കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായി നിൽക്കുകയാണ്. ഫേസ്ബുക്കിലാവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, യൂട്യൂബിലാവട്ടെ, എവിടെ നോക്കിയാലും ഈ വീഡിയോ മാത്രമേ ഉള്ളൂ. ഇത്രക്കങ്ങ് വൈറലാവാൻ മാത്രം ഈ വീഡിയോയിൽ എന്താണുള്ളത്? എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഈ വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇതാണ് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളിൽ പല ബുദ്ധിജീവികളും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ എനിക്ക് അവരുടെ കാഴ്ചപ്പാടറിയില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഫ്സൽ അക്കു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഈ പാട്ട് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏതാണ്ട് ഒരു 25 തവണയെങ്കിലും കഴിഞ്ഞൊരു 3 ദിവസത്തിനിടയ്ക്കായിട്ട് ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ആ പാട്ട് തന്നെയാണ്. ഒരു ഓണാഘോഷ പരിപാടിയിലാണ് ആ ചെറുപ്പക്കാരൻ ആ പാട്ട് പാടുന്നത്. നല്ലൊരു ഫെസ്റ്റിവൽ മൂഡിനനുസരിച്ചൊരു പാട്ട് തന്നെയാണ്. അതുപോലൊരു ചടങ്ങിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ആ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഡാൻസ് ചെയ്തുകൊണ്ട് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു കോണ്ടെക്സ്റ്റിന്, ആ ഒരു സന്ദർഭത്തിന് അനുസരിച്ച രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആളുകളെ ആകർഷിക്കും, അവർക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വൈറലാവുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അഫ്സൽ അക്കുവിൻ്റെ കോൺഫിഡൻസ്. അദ്ദേഹം എന്തൊരു കോൺഫിഡൻസോടുകൂടിയാണ് ആ പാട്ട് പാടുന്നത്. ഞാനൊരു പൊതുസഭയിൽ ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ആ പാട്ട് പാടുന്നത് എന്നുള്ള യാതൊരു പതർച്ചയും അദ്ദേഹത്തിനില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം ആ പാട്ട് ആസ്വദിച്ച് ആ സഭയ്ക്ക് മുമ്പാകെ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് വെറുതെ കിട്ടുന്നതല്ല. ഒരുപാട് തവണ പാടി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടുക. മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ആ പാട്ടിനോട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ്. ആ പാട്ടിൻ്റെ ലിറിക്സുകളെല്ലാം അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. ഓരോ വരിയും വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് അദ്ദേഹം ഉച്ചരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം അതിൻ്റെ വോയിസ് ടോണൊക്കെ മാറ്റിയിടയ്ക്ക് പാടുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഒരു വല്ലാത്തൊരു ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹം ആ പാട്ടിൽ കാണിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്. വളരെയധികം പോസിറ്റീവായിട്ടൊരു ബോഡി ലാംഗ്വേജ് ആണ് അഫ്സൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വന്തം പോസിറ്റിവിറ്റി മറ്റുള്ള ആളുകളിലേക്കും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഐ കോൺടാക്ട്. തനിക്ക് മുമ്പിലും പിന്നിലും സൈഡിലും ഒക്കെയുള്ള ആളുകളുമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ആ പാർട്ട്ണർക്ക് എല്ലാവരുടെ മുഖത്തേക്കൊന്നും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ കോൺടാക്ട് വളരെ നിർബന്ധമാണ്. നമ്മളൊരു വേദിയിൽ പാട്ട് പാടുകയാണെങ്കിലും ശരി, നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയൊരു സഭയ്ക്ക് മുമ്പാകെ സംസാരിക്കുകയാണെങ്കിലും ശരി, ഐ കോൺടാക്ട് വളരെ നിർബന്ധമാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാവരുടെ മുഖത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നതിൽ ഇദ്ദേഹം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡാൻസ് മൂവ്സ്, വളരെ ചെറിയ രീതിയിലുള്ള ഡാൻസ് മൂവ്സ് ആണ് അഫ്സൽ ചെയ്തെങ്കിൽ പോലും അത് വളരെയധികം ക്യൂട്ടാണ്. നല്ലൊരു കണ്ടിരിക്കാൻ വളരെ രസമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടത്. എന്തായാലും നമ്മൾ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളതാണ്. പക്ഷേ പല വൈറൽ വീഡിയോയിലും കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതിലെന്താണ് ഇത്രമാത്രം ഉള്ളത്, എന്ത് കാരണം കൊണ്ടാണ് ഈ വീഡിയോ വൈറലായെന്ന്. കാരണം ഇന്ന് പല ആളുകളും നല്ല നല്ല പല പാട്ടുകളും കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അഫ്സൽ ഈ പാട്ടുമായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ഈ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വാഴ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടതാണ്. പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനൊരു പാട്ടുണ്ടെന്നുള്ള കാര്യം പോലും എനിക്ക് ഓർത്തു വെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പാട്ട് കേട്ടു, അപ്പോഴേ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് ഞാൻ ആ പാട്ട് ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പോൾ യൂട്യൂബിൽ ആ സിനിമയിലെ ഒറിജിനൽ പാട്ട് പോലും കേൾക്കാറില്ല. അഫ്സലിൻ്റെ ഈ പാട്ടാണ് ഞാൻ കേൾക്കാറുള്ളത്. ഈ അഫ്സൽ അക്കു എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഉപദേശം എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ടുണ്ട് മോനെ, പാട്ട് ഉഷാറായിട്ടുണ്ട്, നല്ല കഴിവുള്ള കലാകാരനാണ് താങ്കൾക്ക് നല്ലൊരു ഗായകൻ, ഒരു പ്രൊഫഷണൽ സിംഗർ ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അത് അങ്ങനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പലതരത്തിലുള്ള കമൻറ്റുകളും നമ്മൾ കാണുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എല്ലാ കമൻറ്റുകളും ഉണ്ടാവും. അതൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. അതൊന്നും കാണാതെ അതിലുണ്ടായ ഒരേ ഒരു കാര്യം മാത്രം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ഇറക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാനസിക പ്രശ്നമാണ്. നിങ്ങൾ മറുപടി കൊടുത്ത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? ഡോണ്ട് ട്രൈ ടു പ്രൂവ് യുവർ സെൽഫ്, ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ തന്നെ വിശദീകരിച്ച് പറഞ്ഞാലും, ചങ്ക് പൊളിച്ച് കാണിച്ചു കഴിഞ്ഞാലും ആളുകൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. പിന്നെയും അവർ പഴയ പല്ലവിനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരെ പുറകെ പോകേണ്ട കാര്യമില്ല. അവരുടെ ധാരണ മാറ്റേണ്ട ആവശ്യം നമുക്കില്ല. എത്ര തന്നെ ഹാർപ്പിക്കിട്ട് കഴുകിയാലും പോവാതെ ബാക്കി നിൽക്കുന്ന 1-2 കൃമികളുണ്ടല്ലോ. ആ കൃമികളിൽ പെട്ട ആളുകളാണ് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളൊക്കെ. അത് മറന്നേക്കുക. വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ വിമർശിക്കുന്നവരെല്ലാം അത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ അവരെ മറികടന്ന് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ കുറേ ദൂരം മുമ്പോട്ട് പോയതിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കളിയാക്കിയവരെല്ലാം അപ്പോഴും അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേറെ ആളുകളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലാണ്ട് അവർക്ക് യാതൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നവരെ കാതടയ്ക്കുക. ലക്ഷ്യത്തിലെത്തിയാൽ വായടയ്ക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഓവർനൈറ്റ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. പെട്ടെന്ന് കിട്ടുന്നതൊക്കെ പെട്ടെന്ന് പോയി പോവുകയും ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ എളിമയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിഞ്ഞ ഒരു നാട്ടിലാണ് നിങ്ങളും ഞാനൊക്കെ ജീവിക്കുന്നത്. ഓണത്തിന് നിങ്ങളുടെ പ്രായമുള്ള പല പിള്ളേരും മദ്യത്തിൽ മുക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ താങ്കൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അനാഥരും
ആലംബഹീനരും അംഗവൈകല്യം സംഭവിച്ചവരുമായ കുട്ടികളുടെ ഒപ്പമാണ്. നിങ്ങൾ അതിനിടയ്ക്ക് അവരെ ഒന്ന് പാട്ടുപാടി സന്തോഷിപ്പിക്കാനും ശ്രമിച്ചു. നിങ്ങളുടെ ആ നല്ല മനസ്സിന് ദൈവം തന്ന പ്രതിഫലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വലിയ ഉയർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അതിൽ അഭിരമിക്കരുത്, ഒരുപാട് അഹങ്കരിക്കരുത്. അതിനെ സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഇന്നത്തെ കാലത്ത് ഫേമസ് ആവാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആ ഫെയിം നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വിമർശിക്കുന്നവരോടും ട്രോളുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വന്തം വീടിനകത്ത് ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് കമൻ്റ് ഇടാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ഇതുപോലെ ഒരു സഭയ്ക്ക് മുമ്പിൽ പാട്ടുപാടി പെർഫോം ചെയ്ത് കയ്യടി വാങ്ങിക്കാൻ ആൺകുട്ടികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആൺകുട്ടികൾ അവരെ പണി ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടെ പണി കണ്ടിന്യൂ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.